ക്രിസ്തുതുല്യമല്ലാത്ത ഒരു കാര്യം ഞാൻ എന്നിൽ കാണുമ്പം ഞാനതി മാനസാന്തരപ്പെടും. അതാണ് ഒന്നാമത്തെ ചുവട്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നോട് ക്ഷമിക്കണം. അതൊരു തെറ്റായ മനോഭാവമായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ആ ചിന്ത അത് ശരിയായിരുന്നില്ല. ഞാനതിൽ മാനസാന്തരപ്പെടുന്നു. എനിക്ക് നിന്നെ പോലെ ആവണം. അപ്പോൾ ഞാൻ ആ ദീർഘമായ യാത്രയിൽ ഒരു ചുവട് കൂടെ വയ്ക്കുകയാണ്, ആ ക്രിസ്തു തുല്യതയിലേക്ക്. അവനിൽ ഈ പ്രത്യാശയുള്ള എല്ലാവരും യേശു ക്രിസ്തു മടങ്ങി വരുമെന്നും ഞാൻ അവനെ പോലെ ആകുമെന്നും. അവനെ തന്നെ ശുദ്ധീകരിക്കണം. എപ്പോൾ വരെ? യേശുവിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നത് വരെ. നിങ്ങളവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ലേ? എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. സഭയിൽ പോവുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താനാണോ നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അനേക വിശ്വാസികൾ ഇന്ന് ഞാൻ വേദപുസ്തകം വായിച്ചു എന്നുള്ള തൃപ്തിയിലാണ്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്കൊരു ദിവസം രാവിലെ വേദപുസ്തകം വായിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വചനം ആ ദിവസം ഞാൻ അനുസരിച്ചു. അതാണ് അരമണിക്കൂർ വേദപുസ്തകം വായിച്ചിട്ട് ഞാൻ കോപിക്കുന്നതിനേക്കാൾ നല്ലത്. നിശ്ചയമായിട്ടും ഒരു ദിവസം വേദപുസ്തകം വായിക്കാത്തതല്ല കുഴപ്പം. യേശുവിന് ശേഷം ഏതാണ്ട് 1400 വർഷം ക്രിസ്ത്യാനികൾ വേദപുസ്തകമില്ലാതെ ജീവിച്ചു. യേശുവിൻ്റെ വീട്ടിൽ വേദപുസ്തകമില്ലായിരുന്നു. പൗലോസിൻ്റെ വീട്ടിലും വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. വളരെ ചിലവേറിയതായിരുന്നു വേദപുസ്തകം വാങ്ങുക എന്നുള്ളത്. കൈകൊണ്ടെഴുതിയ ചർമ്മലിഖിതങ്ങളായിരുന്നു അത്. ധനികർക്കേ അത് വാങ്ങാൻ കഴിയൂ. സിനഗോഗുകളിലായിരുന്നു അതുണ്ടായിരുന്നത്. നാം അനുസരിക്കാനാണ് ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ടും മനുഷ്യൻ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. വായിക്കാൻ മാത്രമല്ല, അതനുസരിക്കാനായിട്ട്. ആ ബുദ്ധിയില്ലാത്ത മനുഷ്യനും വേദപുസ്തകം വായിച്ചു. എന്നാൽ അവൻ്റെ വീട് വീണുപോയി. കാരണം അവൻ അതനുസരിച്ചില്ല. വേദപുസ്തകം വായിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സാക്ഷിയെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത്. എത്രമാത്രം നിങ്ങളതനുസരിച്ചു? ഒരു വാക്യമേ വായിച്ചുള്ളൂ, അതനുസരിക്കുക. അതാണ് അരമണിക്കൂർ വേദപുസ്തകം വായിച്ചിട്ട് ആ ദിവസം മുഴുവനും അതനുസരിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുക. ക്രിസ്തുതുല്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ സത്യത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം ഇതായിരിക്കും: നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന് മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതം എല്ലാ ദിവസവും മാനസാന്തരപ്പെടുന്ന ഒരു ജീവിതമാണ്. എല്ലാ ദിവസവും ദൈവം എൻ്റെ സാക്ഷിയാണ്. ഞാൻ മാനസാന്തരപ്പെടേണ്ട ഏതെങ്കിലും കാര്യം എല്ലാ ദിവസവും ഞാൻ കാണുന്നു. ഒരു പുതിയ കാര്യം, ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, ക്രിസ്തുവിനോട് അനുരൂപപ്പെടാത്ത കാര്യങ്ങൾ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടാത്ത പല മേഖലകൾ ഇവിടെയും അവിടെയും. അതിൽ നിന്ന് ഞാൻ എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പം പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ അത് നിർത്താൻ കഴിയുള്ളൂ. യേശു വരുന്നത് വരെ ഒരിക്കലും നിനക്കത് പറയാൻ കഴിയില്ല. നിങ്ങൾ ശരിക്കും യേശുവിനെ പോലെ ആയിട്ടില്ല എന്ന് അംഗീകരിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും നീ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഏതോ ഒരു കാര്യത്തിൽ അത് ക്രിസ്തു തുല്യമല്ലായിരുന്നു. ഒരുപക്ഷെ ഒരു ദിവസം നാം മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ലായിരിക്കും. പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാപമാണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മേലുള്ള ജയത്തെ പറ്റിയാണ്. എന്നാൽ പുതിയ മേഖലകൾ നമ്മൾ ദിവസം തോറും കണ്ടെത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു തുല്യമല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ഒരിടത്ത് നിൽക്കുന്നവരായിരിക്കരുത്. നമ്മുടെ ജഡത്തെ ഒരു വലിയ കറുത്ത വൃത്തത്തോട് നിങ്ങൾ ഉപമിക്കും. നമ്മൾ വീണ്ടും ജനിച്ചപ്പം ആ കറുത്ത വൃത്തത്തിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ വെളുത്ത വൃത്തമുണ്ടായി. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. ദൈവം ആഗ്രഹിക്കുന്ന ആ ചെറിയ വെളുത്ത വൃത്തം വലുതായി 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 വന്ന് ആ കറുത്ത വൃത്തം പൂർണ്ണമായിട്ട് നിറയണമെന്നാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, കുറേശ്ശെയായിട്ട്. ഇത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ആ വളർച്ച ഉണ്ടാകുന്നത് മാനസാന്തരപ്പെട്ടുകൊണ്ടാണ്. നിന്നെപ്പറ്റി തന്നെയുള്ള സത്യം ഗ്രഹിച്ചുകൊണ്ട്, എല്ലാ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെ. എങ്കിൽ നീ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് നമ്മൾ പിശാചിൻ്റെ വഞ്ചനയെ ജയിക്കുന്നത്. അപ്പം അവന് നമ്മുടെ മേലെ ഒരു അധികാരവും കാണത്തില്ല. അപ്പോൾ യോഹന്നാൻ 14:13 യേശു പറഞ്ഞ പോലെ നമുക്കും പറയാൻ കഴിയും, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവെ, പാപമെന്നറിയാവുന്ന എല്ലാ കാര്യങ്ങളിലും
ഈ ലോകത്തിൻ്റെ പ്രഭുവിന് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും കാണരുത്. എനിക്കറിവില്ലാത്ത മേഖലകളിൽ ക്രിസ്തുതുല്യമല്ലാത്ത പല കാര്യങ്ങളും കാണും. അത് കുറേശ്ശെയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അറിയാവുന്ന മേഖലകളിൽ ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ എനിക്കറിവില്ലാത്ത മേഖലകളെപ്പറ്റി ദൈവം എനിക്ക് കൂടുതൽ വെളിച്ചം തരും. ഒരൈസ് കട്ടി, അത് നിങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസിനകത്ത് ഇട്ടാൽ 10% നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്കറിയാവുന്ന മേഖല. ആ കാണുന്ന 10% ഞാൻ കട്ട് ചെയ്താൽ ആ ഐസിൻ്റെ അടിയിലുള്ളതിൻ്റെ ഒരംശം പിന്നെയും പൊങ്ങി വരും. അത് മറഞ്ഞിരുന്ന ഭാഗമാണ്, അത് പൊങ്ങി വന്നു. ആ 10% ഞാൻ മുറിച്ച് കളഞ്ഞാൽ അല്പം പിന്നെയും പൊങ്ങി വരും. അങ്ങനെയാണ് നമ്മളെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 100% നമുക്കറിയാവുന്ന മേഖലകളിൽ നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. നാം അറിഞ്ഞ മേഖലകളിൽ 100% ജയം. അതേസമയത്ത് നിങ്ങൾ അംഗീകരിക്കുക, അടിയിൽ ഇനിയും എനിക്ക് കാണാൻ കഴിയാത്ത ക്രിസ്തുതുല്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കണ്ട കാര്യങ്ങളിൽ ഞാൻ മാനസാന്തരപ്പെട്ടുകൊണ്ടിരുന്നാൽ അടിയിലുള്ളത് എനിക്ക് പിന്നെയും കാണാൻ കഴിയും. അങ്ങനെയാണ് നാം പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു നിർമ്മലനായിരിക്കുന്ന പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈ വഴിയൂടെ പോകാം. ദൈവം തന്നെ നിർമ്മലമായ സഭ ഈ ദേശത്തിൻ്റെ പല ഭാഗത്തും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ആയിരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്ന ആ സ്ഥലത്ത് സഹോദരനോ സഹോദരിയോ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് പറയുക, കർത്താവേ, പൂർണ്ണ ഹൃദയമുള്ള ഒരു സഹോദരനോ സഹോദരിയുടെ അടുക്കലേക്ക് എന്നെ നടത്തണമേ. നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയമുണ്ടെങ്കിൽ, ഇന്ന് കേട്ടതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ 2 പേര്, പിന്നെ 3 പേര്. അങ്ങനെയാണ് സഭ പണിയപ്പെടുന്നത്. ഒരു വലിയ കെട്ടിടമല്ല, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആ ശരീരം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയട്ടെ, എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇന്ന് കേട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുതെന്നാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനോട് പറയുക, ഞാനിന്ന് കേട്ടത് ഒരിക്കലും മറക്കാനായിട്ട് അങ്ങ് ഇടയാക്കരുത്. ആകാശത്തിലെ പറവകൾ അത് കൊത്തിക്കൊണ്ട് പോകരുതേ. ഇത് ഞാൻ എന്നും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് അങ്ങ് എന്നെ പിന്നെയും ഓർപ്പിച്ചുകൊണ്ടിരിക്കണേ. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറന്നു പോകാനായിട്ട് ഇടയാക്കരുത്. ഞാൻ തീരുമാനിക്കുന്നു, യേശു ഈ ഭൂമിയിലായിരുന്ന പോലെ എനിക്കും ഈ ഭൂമിയിലായിരിക്കണം. യേശു എങ്ങനെയാണ് ഈ ഭൂമിയിലായിരുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം എനിക്കും ഈ ഭൂമിയിൽ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കുമായിട്ട് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. അങ്ങ് വിശ്വസ്തനായിരിക്കുന്നതിനായിട്ട്, ഒരിക്കലും ഞങ്ങളെ കൈവിടാത്തതിനായിട്ട്, എപ്പോഴും ഞങ്ങളെ മേളിലോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട്. സംശയവും ഭയങ്ങളും ഉള്ള സ്ഥാനത്ത് കർത്താവെ, എൻ്റെ ഹൃദയത്തിന് പാർക്കുവാനായിട്ട് താല്പര്യമില്ല. വിശ്വാസത്താൽ സന്തോഷകരമായൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഉന്നതങ്ങളിൽ ഞാൻ കേൾക്കുന്ന ആ വിശുദ്ധന്മാരുടെ ആ ഗാനം. കർത്താവെ, എന്നെ ഉയർത്തി വിശുദ്ധന്മാരുടെ ആ ഉന്നതങ്ങളിൽ അവിടെ തന്നെ നിർത്തണേ. ആ ഉന്നതങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും നിൽക്കാതെ അങ്ങയെപ്പോലെ പൂർണ്ണമായും ആകുന്ന ആ ദിവസം വരെ അതിന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.